ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 നവംബർ 12 എഡ്ഗർ റൈറ്റിൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദി റണ്ണിങ് മാൻ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര സിനിമ. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് ഇതൊരു റണ്ണിങ് മാൻ എന്ന് പറയുന്ന ഒരു ഗെയിം ടെലിവിഷൻ സീരീസ് ആണ്. ഇതിൽ 30 ദിവസം പിടിച്ചു നിൽക്കുന്നവർക്ക്, അഥവാ ജീവനോടെ പിടിച്ചു നിൽക്കുന്നവർക്ക് എത്രയോ കോടിയാണ് ആ കോടി പ്രഭുവെന്നാണ് ഈ കമ്പനി വാഗ്ദാനം കൊടുക്കുന്നത്. പക്ഷേ ഈ 30 ദിവസം പിടിച്ചു നിൽക്കണം. ഈ 30 ദിവസത്തിൽ ഏത് ലോകത്ത് വേണം നിങ്ങൾക്ക് പോവാം, എവിടെ വേണോ ഒളിച്ചിരിക്കാം. പക്ഷേ ഇവരുടെ കണ്ണിൽ പെടരുത്. ആ പ്ലെയേഴ്സിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ കൊല നടന്നിരിക്കും സത്യമായിട്ടും. കാരണം കീട്ടിൽ അങ്ങനത്തെ ഒരു ത്രില്ലിങ് വെച്ച് കിടക്കുന്ന നല്ല ഗംഭീരം പ്ലോട്ടുള്ള ഒരു സിനിമയാണ് ഇത് റണ്ണിങ് എന്ന ചിത്രം. നമ്മുടെ നായകൻ്റെ പേരാണ് ബെൻ റിച്ചാർഡ്സ്. അത്യാവശ്യം സാമ്പത്തികപരമായിട്ട് താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ ചികിത്സിക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് ഈ റണ്ണിങ് മാൻ എന്ന് പറയുന്ന ഗെയിം ഷോയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഈ പൈസയും കൊണ്ട് പോകുമോ, മകളെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കഥയൊക്കെയാണ് സിനിമയിലൂടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. പിന്നെ ആ ഗെയിം ഷോയിലെ കുറച്ച് നെഗറ്റീവ്സ്, സിസ്റ്റത്തിൽ നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു ഒറിജിനൽ കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എന്തോ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ മാറ്റി വരുത്തി കഴിഞ്ഞാൽ ഈ സിനിമ ഗംഭീര സിനിമയാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മുടെ ബെൻ റിച്ചാർഡ്സ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഗെലൻ പോവലിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹത്തിൻ്റെ ആ എക്സ്പ്രഷൻസ് എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഗെയിം മോഡ്, ഈ ത്രില്ലർ, ഈ നെഞ്ചിടിപ്പോടെ കാണാൻ പറ്റുന്നൊരു സിനിമയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. വലുതായിട്ടില്ല, ചെറുതായിട്ട് ചെറിയ ചെറിയ രംഗങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല, നല്ല കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദി റണ്ണിങ് മാൻ എന്ന ചിത്രം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പം ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി കയറി കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ദി റണ്ണിങ് മാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.